രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി നഫീസത്ത് മിസ്രിയാണ് ഇന്ന് രാവിലെ ഉണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ഒരു പ്രധാന പാതയാണ്. ഇവിടെ ഈ പാതയിലൂടെ ബസ് വരികയായിരുന്നു. അതിന് മുന്നിലാണ് ഈ കുട്ടി സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം ഉണ്ടായിരുന്നത്. അച്ഛനാണ് ആ വാഹനം ഓടിച്ചിരുന്നത്. ആ വാഹനം ഓട്ടോയിൽ തട്ടുന്നു. കുട്ടി ബസ്സിനടിയിലേക്ക് മറയുന്നു. ബസ് ശരീരത്തിലൂടെ കയറി ഇറങ്ങി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു ഓട്ടോയിൽ തട്ടി മറഞ്ഞതാണ് ഇങ്ങനെ ഒരു അപകടവും ഈ മരണവും ഒക്കെ ഉണ്ടാകാൻ കാരണം. പിന്നീട് നാട്ടുകാർ കൂടുകയും വലിയൊരു പ്രതിഷേധം ഇവിടെ രൂപപ്പെടുകയും റോഡ് ഉപരോധിക്കുകയും ഒക്കെ ചെയ്തു. അവർ പറയുന്നൊരു കാര്യം, ഇപ്പോൾ പല അപകടങ്ങളും ഈ റോഡിന്റെ അശാസ്ത്രീയത കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെ ആവശ്യത്തിന് വീതിയില്ല. ഇരുചക്ര വാഹനത്തിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ റോട്ടിൽ നിന്ന് ഇറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് കഴിയുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഏകദേശം 6 മരണങ്ങൾ വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ ഇവിടെ ഉണ്ടാകുന്നു. അതിൽ പലതും കുഴിയിൽ വീണ അപകടം ഉണ്ടാകുന്നു. അങ്ങനെ റോഡിന് പൂർണ്ണമായൊരു വികസനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രദേശവാസികൾ ഈ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്. 3-4 മരണങ്ങളായി. നമ്മൾ വിളിച്ചത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ അവർ വന്ന് പോരാശം വന്നിട്ട് അവർ പറഞ്ഞിട്ടാണ് പോയ മരണം സംഭവിച്ചു. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും ഒരാൾ വീണ് പറുക്കേക്കാത്ത ദിവസവും ഇല്ല. ആ വണ്ണാമടയിൽ ഇത്രയ്ക്കാണ് താഴ്ച, റോഡിന് വെച്ച് ഇത്രയ്ക്ക് താഴ്ചയുണ്ട്. ശരിക്കും മറ്റേ ഓട്ടോ പോകുന്നുണ്ട്, അതിന്റെ പുറകെ വന്നിട്ട് ഇവർ വരുന്നുണ്ട് 2 വീലറിൽ. അപ്പൊ അതിന്റെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് കോർണറിൽ തട്ടിയിട്ടാണ് റോഡിലോട്ട് മറിഞ്ഞിരിക്കുന്നത്. മറിഞ്ഞതും പുറകിൽ വരുന്ന ബസ് എന്തായാലും വളരെ വേദനാജനകമായ കാര്യമാണ്. ഒരു 2ാം ക്ലാസ്സുകാരിക്കാണ് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകും വഴി ഈ റോട്ടിൽ വെച്ച് ജീവൻ നഷ്ടമായത്. മൽഘോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.